വല്ല വണ്ടിയെ വന്ന് മുട്ടിക്ക വണ്ടിക്കാരന്റെ പേരിൽ കേസ് കൊടുക്കാം. ഇതിപ്പോ ഈ റോഡിലെ കുഴിക്കെതിരെ ആർക്ക് കേസ് കൊടുക്കണം? എന്താ പറയുന്നത്? അതെ, വല്ലാണ്ട് ചിരിച്ചു കള്ളണ്ടെങ്കില് ഓപ്പറേഷൻ സരൽ രാസ്താറ്റു എന്ന് കേട്ടിക്കണോ? ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ഹിന്ദിക്ക് പടത്തിന്റെ പേരല്ലേ? ഒന്ന് പോവൂറ അവിടുന്ന്. അത് സർക്കാരിന്റെ പുതിയൊരു പരിപാടിയാണ്. ഓപ്പറേഷൻ സരൽ രാസ്താറ്റു. അങ്ങനെ അതിലേക്ക് ഇപ്പൊ നമുക്ക് ഈ റോഡിന് കുണ്ടോ കുയ്യോ കണ്ടു കഴിഞ്ഞാല് നമ്മൾ ഉടനെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം. ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിട്ട് അതെ, ടോൾ ഫ്രീ നമ്പറിലേക്കൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വല്ല തെലുങ്കിലോ ഹിന്ദിയിലോ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുന്നല്ല. ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഞാൻ ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് പറഞ്ഞുതരാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ. ഞാൻ പറഞ്ഞുതരാം, ഒറ്റ മിനിറ്റ്. 1064 ഇനി അഥവാ വിളിച്ചു കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഈ മെസ്സേജ് എവിടേക്കാ പോണെന്നറിയോ? വിജിലൻസിലേക്ക്. അങ്ങനെ പോയി കഴിഞ്ഞാൽ വിജിലൻസിലേക്ക് പോയ ഓരൊക്കെ സ്പോട്ടിലെത്തും. സ്പോട്ടിലെത്തിയിട്ട് ഈ വീണ രോഗിക്ക് മരുന്ന് മന്ത്രം കാശൊക്കെ കൊടുക്കും. അല്ല സൂതേട്ടാ, ഓര് വന്നു കഴിഞ്ഞ ഉടനെ ഈ കുഴി പരിശോധിക്കും. കുഴിയുടെ ആഴം, വീതി, നീളം ഒക്കെ നോക്കും. എന്നിട്ട് കുഴിയുടെ സൈഡിൽ നിന്ന് ഒരു ഇത്തിരി താറും പിന്നെ മെറ്റലൊക്കെ അല്ലേ അത് ചുരണ്ടി എടുത്തിട്ട് ലാബിലേക്ക് അയക്കും. അതെന്തിനാ അറിയാം രതീഷേ? ഈ വീണ ആളുടെ രക്തവും തൊലിയൊക്കെ ഈ മെറ്റലിൽ പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. അല്ല, അങ്ങനെ തെറ്റി. അതിനല്ല, ഈ അയക്കണ ഈ താറുണ്ടല്ലോ, ഈ താറും മെറ്റലും അളവിനാണോ നോക്കുക. അളവിനല്ലെങ്കിൽ ആ റോഡ് ഉണ്ടാക്കിയ കോൺട്രാക്ടർ പെടും. അപ്പൊ ഈ റോഡ് പണിത കോൺട്രാക്ടർ പെടും. രതീഷേ, ഈ റോഡ് ആരാ കോൺട്രാക്ട് ചെയ്തത്? നമ്മുടെ കോൺട്രാക്ടർ മന്മഥൻ. മന്മഥൻ പെടും, ഉറപ്പാ. മന്മഥൻ പെടും. സുഖേട്ടാ, ഈ മന്മഥൻ സാർ കിട്ടുവോ? പിന്നെ പെടും. ഒരു മിനിറ്റ്, എനിക്ക് ആ ഫോൺ നമ്പർ ഒന്ന് ഞാൻ വിളിക്കാം. ഞാൻ തരും, കേസ് കൊടുക്കണോ? കൊടുക്കാം. എനിക്ക് ആ ഡീറ്റെയിൽ ഒന്ന് ഇട്ടതാ. അയ്യോ തരൂ. ഇപ്പൊ നമുക്ക് ഹലോ, മന്മഥൻ സാറല്ലേ? ഞാൻ ഉണ്ണിയാണ്. അല്ല, ഉണ്ണി സാറിൻ്റെ കൂടെ മുമ്പ് റോഡിൻ്റെ പണിക്കെല്ലാം വന്നേ, ഇപ്പം ലോട്ടറി കച്ചവടം ചെയ്യുന്നേ. അതെ സാറേ, ഉണ്ണി തന്നെ. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല സാർ, ഇപ്പോൾ കേൾക്കണത് മറിമായം